വീണ്ടും മുഹമ്മദ് യൂനസിനെതിരെ തുറന്നടിച്ചുകൊണ്ട് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത്. യൂനസ് അധികാരത്തിൽ വന്നതിനു ശേഷം ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, സനാതന പ്രിയരായ മുസ്ലിങ്ങൾ എന്നിവർക്കെതിരെ തന്നെ ആയിരക്കണക്കിന് ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ യാതൊരു നടപടിയും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല. ക്ഷേത്രങ്ങളടക്കം നശിപ്പിക്കപ്പെടുകയാണ്. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന യൂനസിനെതിരെയാണ് ഇപ്പോൾ ഹസീന വലിയ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ തീവ്രവാദ സ്വഭാവം വർദ്ധിക്കുന്നതിനും ന്യൂനപക്ഷങ്ങൾക്കെതിരായ പതിവ് ആക്രമണങ്ങൾക്കും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളുടെ ആ നാശത്തിനും അവർ യൂനസിനെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഷെയ്ഖ് ഹസീന ഇത്തരം രീതിയിലേക്കുള്ള തുറന്നു പറച്ചിൽ കൊണ്ട് യൂനസിനെതിരെ തുറന്നടിച്ച രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ മതമൗലികവാദം, ആൾക്കൂട്ട മാനസികാവസ്ഥ, രാഷ്ട്രീയ അവസരവാദം എന്നിവ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഭരണകൂടം നിർണായക നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നതിനാൽ തന്നെയാണ് എന്നും ബംഗ്ലാദേശിലെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിലും ന്യൂഡൽഹി ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യ ബംഗ്ലാദേശിന്റെ ദീർഘകാല പങ്കാളിയാണ് എന്ന് അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് മുഹമ്മദ് യൂനസ് ഇവിടെ മനഃപൂർവ്വം ഇന്ത്യ വിരുദ്ധത വികാരങ്ങൾ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അത് ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അവർ ആരോപണം ഉന്നയിച്ചു. കൂടാതെ തന്നെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ മതഭ്രാന്തിന്റെയും ആൾക്കൂട്ട മാനസികാവസ്ഥയുടെയും അപകടകരമായ സംയോജനമാണ് എന്നും അവർ വ്യക്തമാക്കി. കൂടാതെ തന്നെ യൂനസിന്റെ ഇടക്കാല സർക്കാർ ഇത് അനിയന്ത്രിതമായി തന്നെ വർദ്ധിപ്പിക്കാൻ അനുവദിക്കുകയാണ്. ദീപുദാസിന്റെ കൊലപാതകം എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് എന്നതും ഭയാനകം നിറഞ്ഞ കുറ്റകൃത്യമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടതെന്നും അത് അസഹിഷ്ണുതയും മതഭ്രാന്തിനും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതാണ് എന്ന് കാണിക്കുന്നതാണ് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നും ഈ വിമർശനത്തിൽ അവർ എടുത്തോർമ്മിപ്പിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ യൂനസ് അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ ഇവരെല്ലാവരും തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാവുകയാണ്. എന്നാൽ ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും നശിപ്പിക്കപ്പെടുന്നു. സാംസ്കാരിക ആവിഷ്കാരം തന്നെ അടിച്ചമർത്തപ്പെടുകയാണ്. സ്ത്രീകളെ പൊതുജീവിതത്തിൽ നിന്നുകൊണ്ട് ക്രമേണ തന്നെ പുറത്താക്കുകയും ഒരു കാലത്ത് മതേതരത്വവും സഹിഷ്ണുതയുമുള്ള ബംഗ്ലാദേശിന്റെ ബഹുസ്വര സ്വഭാവം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു റാഡിക്കൽ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇതെല്ലാം ന്യായീകരിക്കപ്പെടുന്നതെന്നതും അവർ ഇവിടെ എടുത്തു പറയുകയും ചില ചോദ്യങ്ങൾക്കായി തന്നെ അവർ മറുപടി നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.